നമ്മളിവിടം വരെ ചെയ്ത് നോക്കിയേ. ഇനി ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലെയർ തിരിച്ച് ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ ഈ സെൻറ്ററിലുള്ളത് ഈ 3 പേരെ ഞങ്ങൾ ഒരുമിച്ച് ഇക്കലാക്കുന്ന സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കി, അപ്പോൾ നമുക്ക് ചിലപ്പം 1 പറ്റും, ചിലപ്പോൾ 2 പറ്റും. ഈ 2 പറ്റുന്ന സിറ്റുവേഷൻ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മഞ്ഞ പ്ലസ് ആക്കണം. ഇവിടെ ഇപ്പം ഇങ്ങനെയുണ്ട്. അപ്പം നോർമലി നമ്മളിങ്ങനെ മഞ്ഞ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ ഇങ്ങനൊരു എൽ ഷേപ്പ് ഫോമായി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഈ എല്ല് നമ്മൾ പാരലായിട്ട് വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് ഉണ്ട്. എഫ് എന്ന് വെച്ചാൽ ഫ്രണ്ട്, ഇതാണ് ഫ്രണ്ട്. ഓക്കെ, ഫ്രണ്ടിനെ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്നതുകൊണ്ടാണ് എഫ് എന്ന് പറയുന്നത്. F2 ആകുമ്പോൾ തിരിച്ച് പറയണം. ഓക്കെ, ഇപ്പം R ആകുമ്പോൾ ഇത്, R2 ആകുമ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ചെയ്തതാണ്. FRU R2 U2 F2 ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ പിന്നെയും ഒരു വട്ടമാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പാരലാക്കി വെക്കണം. ഇങ്ങനെ വെച്ച് ചെയ്യല്, കാരണം ഇപ്പോൾ ഒരു ആദ്യം എല്ലായിരുന്നു ഫോം ചെയ്തത്, അത് നമ്മൾ പാരലായിട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കിട്ടും. ഒന്നും കൂടെ ഇതേ രീതി സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, പ്ലസ് കിട്ടും. അപ്പം FRU R2 U2 F2. ഓക്കെ, തിരിക്കുന്ന രീതി നോക്കിയാൽ മതി. അപ്പം താഴെ ഒന്നും പോയിട്ടില്ല, എല്ലാം കറക്റ്റ് തന്നെ, മഞ്ഞ പ്ലസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സെൻറ്ററിൽ ഇങ്ങനെയുള്ള ഈ 3 ലെയറും കൂടെ സെൻറ്ററിലുള്ള ബ്ലോക്ക് ഉണ്ടല്ലോ, ഇത് 3ഉം ഈക്വൽ ആക്കണം. അതിനെന്ത് ചെയ്യും, ചിലപ്പോൾ 2 എണ്ണം പറ്റും, ചിലപ്പം എല്ലാം പറ്റും. കറക്കി നോക്കി. ഓക്കെ, ഇപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഇതെല്ലാം ചിലപ്പം ഈ 2 എണ്ണം നമ്മൾ ആദ്യം നോക്കണം ഈക്വൽ ആണോ എന്ന്. മിനിമം ഇങ്ങനെ കറക്കി വെക്കുമ്പോൾ ഇത് 2 ഈക്വലാണ്. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ളവർ എന്ത് ചെയ്യണം, ബാക്കിൽ കൊണ്ടുവരണം. ഇങ്ങനെ ബാക്കിൽ വെക്കുന്നു, ഇവനെ സൈഡിൽ വെക്കുന്നു. എന്നിട്ടുള്ള ഇക്വേഷനാണ് RU R2 UU R2 RU R2 UU R2.